ഇന്ന് ദൈവാരാധനയ്ക്കായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്നാനം ഉള്ളതുകൊണ്ട് ചില സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് വന്നിട്ടുണ്ട്. അവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാബു ലൂയി സഹോദരനും പ്രത്യേക വന്ദനം പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ചോറ്റാനിക്കരയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച ഒരു പരിപാടിയിൽ ഒരു ഭാവനാചിത്രം അവർ അവതരിപ്പിച്ചു. നമ്മുടെ രാജി സഹോദരിയാണ് അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചതെന്നാണ് ഞാൻ കേട്ടത്. അവരത് ഒരു ഭാവനയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ചുമന്ന ട്രയംഫൽ എൻട്രി, അല്ലെങ്കിൽ നമ്മൾ ഹോസന്ന ഞായറാഴ്ച എന്ന് പറയും അല്ലേ, അവിടെ കർത്താവിനെ ചുമന്ന ഒരു കഴുത, അതിന് ശേഷം പറയുന്ന ഒരു പ്രസ്താവനയാണ് ആ ഭാവനയിൽ ഉള്ളത്. ആ ഞായറാഴ്ച കഴുതയ്ക്ക് ഭയങ്കരമായിട്ട് ബഹുമാനം കിട്ടി. അതിന് മുൻപിൽ വസ്ത്രം വിരിക്കുന്നു, ആളുകൾ അതിനെ വലിയതായിട്ട് അഭിനന്ദിക്കുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ അഭിനന്ദനവും ബഹുമാനവും ഒന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നെയാണ് കഴുതയുടെ ഭാഷയിൽ ഭാവനയിൽ പറയുമ്പോൾ തനിക്ക് ലഭിച്ച ബഹുമാനമെല്ലാം യേശു ക്രിസ്തുവിന് കിട്ടിയ ബഹുമാനമാണ് എന്നത് ഈ കഴുത മറന്നുപോയി എന്നതാണ് കഴുതയുടെ പ്രശ്നമായിട്ട് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ദൈവം എനിക്ക് തന്ന വേദഭാഗത്ത് ബഹുമാനം അർഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന ഒരു പ്രധാന സത്യമാണ് ആ വേദഭാഗത്ത് പറയുന്ന. സങ്കീർത്തനത്തിലും പ്രിൻസ് സഹോദരൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. ബഹുമാനം വരുമ്പോഴേ അതങ്ങ് ഏറ്റെടുത്ത് പുകഴ്ച സ്വീകരിച്ച് ആ നിലയിൽ വഴുതി പോകാനുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. എന്തെങ്കിലും ബഹുമാനം കിട്ടിയാൽ അതിൻ്റെ പേരിലങ്ങ് പൊങ്ങും. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ദീർഘമായ ഒരു വേദഭാഗമാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. 2 അധ്യായങ്ങളിൽ ഒരുപാട് പ്രസംഗം ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അല്പം കൂടെ വേഗത്തിൽ പോയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രബോധനം മാത്രമല്ല, 28 അധ്യായങ്ങളുള്ള ഈ അപ്പോസ്തല പ്രവൃത്തികൾ പ്രസംഗിച്ച് തീർക്കണമെങ്കിൽ കുറച്ച് വേഗത്തിൽ പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതൽ അതിൻ്റെ അവസാനം വരെ 26 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾ എന്നോട് ചേർന്ന് അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ്. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോൻ്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റു നോക്കുന്നതും എന്ത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരേണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ
നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടത് ആകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാർ ഒക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പസ്തലനായ പത്രോസിൻ്റെ 3 പ്രസംഗങ്ങൾ അപ്പസ്തല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2ാമത്തെ പ്രസംഗമാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. ഇത് ദീർഘമായ ഒരു പ്രസംഗമാണ്. ഇതിന് മുന്നമേ ഉള്ള പത്രോസിൻ്റെ പ്രസംഗം ഇതിനേക്കാളും ദീർഘമായ പ്രസംഗമാണ്. അപ്പോൾ ഈ പ്രസംഗത്തിന് കാരണമായി തീർന്നത്, അല്ലെങ്കിൽ ഈ പ്രസംഗം പറയാനുള്ള സന്ദർഭം, അപ്പസ്തലനായ പത്രോസും യോഹന്നാനും കൂടെ ചെയ്ത ഒരു മഹാ അത്ഭുതമാണ് അതിൻ്റെ കാരണമായിട്ടിരിക്കുന്നത്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ, സുന്ദരം എന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഏകദേശം 40 സംവത്സരങ്ങൾ, 40 സംവത്സരം അദ്ദേഹം എങ്ങനെ ചെയ്തോന്ന് അറിയത്തില്ല, എന്നാൽ 40 സംവത്സരമായിട്ട് മുടന്തനായിരുന്ന ഒരു മനുഷ്യന്, അവിടെ പിച്ചക്കാരനായിട്ട് ഇരുന്ന ആൾ, പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഭിക്ഷ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തോട് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഭിക്ഷ യാചിച്ചു. അപ്പോൾ പത്രോസും യോഹന്നാനും അവനോട് പറഞ്ഞ കാര്യം, വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. 40 വർഷം നടക്കാത്ത മനുഷ്യൻ, 40 സംവത്സരം നടക്കാത്ത മനുഷ്യൻ ഈ പ്രഖ്യാപനത്തിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നടന്നു എന്ന് മാത്രമല്ല കേട്ടോ, നടന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി, തുള്ളിച്ചാടി അങ്ങ് നടന്നു. ഇത് ആൾക്കാർ കണ്ടു. ഈ മനുഷ്യൻ വളരെ പരിചിതനായിരിക്കുന്ന ആളാണ്. ദേവാലയത്തിൽ വരുന്ന എല്ലാവർക്കും ഇയാളെ അറിയാം. കാരണം വർഷങ്ങളായിട്ട് ഈ ദേവാലയത്തിൻ്റെ മുൻപിൽ ഭിക്ഷ യാചിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുഖം എല്ലാവർക്കും നല്ല മുഖപരിചയം. പിച്ചക്കാരനെ അങ്ങനെ അങ്ങ് നോക്കാൻ മനസ്സില്ലെങ്കിലും ഇദ്ദേഹം ഇങ്ങനെ നിരന്തരമായി ഭിക്ഷ യാചിച്ചിരുന്നത് കൊണ്ട് ഇദ്ദേഹം അവരുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അത്ഭുതത്തെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവുമില്ല. അവിടെ അത്ഭുതത്തെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം ഈ വാക്യങ്ങളിലേക്ക് ഞാൻ വരാം. കർത്താവും ശിഷ്യന്മാരും ചെയ്ത അത്ഭുതങ്ങളെല്ലാം മനുഷ്യർക്ക് യാതൊരു സംശയവും ഇല്ലാത്ത വിധം വ്യക്തമായ അത്ഭുതങ്ങൾ ആയിരുന്നു. കർത്താവും ശിഷ്യന്മാരും ചെയ്ത അത്ഭുതങ്ങൾ മനുഷ്യർക്ക് ആർക്കും ഒരു സംശയത്തിനും ഇട നൽകാത്ത കാര്യമാണ്. ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അത്ഭുതം സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല. പല അത്ഭുതങ്ങളും ഏത് അത്ഭുതമാണ്? വയറ്റിലെ മുഴ അല്ലേ? വയറ്റിലെ മുഴ നമുക്ക് കാണാൻ പറ്റത്തില്ല.
പിന്നെ തലവേദന കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകൾ, ഒരു നല്ല പങ്ക് ആളുകൾ ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത അത്ഭുതമാണ്. ആർക്കും തിരിച്ചറിയാൻ വയ്യാത്ത അത്ഭുതമാണ്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരും ചെയ്ത ഈ അത്ഭുതങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം വ്യക്തമായ അത്ഭുതങ്ങളായിരുന്നു. അതിനെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞ കാര്യം ഞാൻ പറയാം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ചെയ്തില്ല എന്നാരും പറഞ്ഞില്ല കേട്ടോ. ഇതൊരു വെറും തട്ടിപ്പാണ്, ഇതൊരു വേലയിറക്കാണ്, ഇത് നടന്നിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധം വ്യക്തമായ അത്ഭുതങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത്. ലാസർ മരിച്ച വേളയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോഴേ, എടാ ഇതൊരു തട്ടിപ്പാടാ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പൊന്നെ ഇങ്ങോട്ട് വന്നേ, ലാസറിനോട് സംസാരിക്കേ. അവ കർത്താവും ശിഷ്യന്മാരും ചെയ്ത അത്ഭുതങ്ങൾ വളരെ വ്യക്തമായ, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നടക്കില്ല എന്നൊന്നും ഞാൻ പറയണില്ല. എന്നാൽ ഇന്ന് അവകാശപ്പെടുന്ന അനേക അത്ഭുതങ്ങൾ ഈ നിലയിലുള്ള അത്ഭുതങ്ങൾ അല്ല. അതിനകത്ത് സംശയിക്കാൻ അവസരങ്ങൾ നൽകിക്കൊണ്ടുള്ള അത്ഭുതങ്ങളാണ് പലപ്പോഴും ആളുകൾ അവകാശപ്പെടുന്നത്. എന്നിട്ട് ഈ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോൻ്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. സത്യസന്ധമായിരിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ മുൻപിൽ ആളുകൾക്ക് വളരെ വിസ്മയമുണ്ടാകും, ആശ്ചര്യം ഉണ്ടാകും. അവരെല്ലാവരും കൂടെ ഓടി പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അടുക്കലേക്ക് വന്നു. കാരണം വളരെ വ്യക്തമായ, വിശദീകരിക്കുവാൻ കഴിയാത്ത, ദൈവം അത്ഭുതകരമായി ചെയ്ത ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം നടുങ്ങിയിടും. അവർക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് ഭയങ്കര ആശ്ചര്യമായി. അപ്പോൾ അതിനോട് ചേർത്ത് വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അത്ഭുതത്തിന് മുഖാന്തരമായി തീർന്ന ആളുകളെ അവർ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിച്ചു. വളരെയധികം ശ്രദ്ധ. എൻ്റെ പൊന്നെ, നിങ്ങൾ ആരാ ആൾക്കാർ? കൈക്ക് പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിക്കുമ്പം മുടന്തനായ മനുഷ്യൻ ചാടി നടക്കുന്നു. ഇവരാരാ? വേറൊരവസരത്തിൽ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞപ്പം അവിടെയുള്ള ആൾക്കാരെന്താ പറഞ്ഞതെന്നറിയാമോ? ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ വന്നതാന്ന്. ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ വന്നതാ, അതുകൊണ്ടല്ലയോ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഉടനെ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കും. എന്തൊരു ഭയങ്കര അത്ഭുതമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസിനും യോഹന്നാനും ഭയങ്കര പ്രസിദ്ധി, ഭയങ്കര ശ്രദ്ധ. ഇവരാരാ മക്കള് എന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഞാൻ ആയിരുന്നാലും അവിടെ അങ്ങ് നിന്നു കൊടുത്തേനെ കേട്ടോ. എൻ്റെ പൊന്നെ, ആൾക്കാരെല്ലാം കൂടി നോക്കുക, എടാ ഇവരാരാടാ, ഇവരെന്തോരം മനുഷ്യരാ. പത്രോസ് യോഹന്നാനും സമ്മതിച്ചില്ല കേട്ടോ, സമ്മതിച്ചില്ല. അവരെന്തുവാ പറഞ്ഞേ? അവർ പറഞ്ഞു, 2 ചോദ്യം ചോദിച്ചു കേട്ടോ. പത്രോസിൻ്റെ പ്രസംഗത്തിൽ 2 ചോദ്യമുണ്ട്. ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നതെന്ത്? അതാണ് ആദ്യത്തെ ചോദ്യം. ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നതെന്ത്? അതിൻ്റെ ഉത്തരം എന്താ തുടർന്ന് പറയും കേട്ടോ. എന്തുകൊണ്ടാണ് ഇതിൽ ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ലാത്തത് എന്നതിനെക്കുറിച്ച് പറയും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ചോദ്യം ഇതാണ്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ സംഭവിച്ച കാര്യം യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രത്യേകതയുള്ള മനുഷ്യരാണ്, ഞങ്ങൾ പ്രത്യേക ശക്തിയുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഭക്തിയുണ്ട്, അതിനാൽ ശ്രദ്ധിക്കപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന ആളുകളാണ് എന്ന നിലയിൽ ഞങ്ങളെ നോക്കുന്നത്. അതാണ് രണ്ടാമത്തെ ചോദ്യം. ഞാനതിനെക്കുറിച്ചൊരു പ്രസ്താവന പറയാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമ്മളെ ഉപയോഗിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കുള്ള മഹത്വം ദൈവത്തിന് തന്നെ കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള മുഖാന്തരമായി ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ, ദൈവാനുഗ്രഹത്തിൻ്റെ മുഖാന്തരമായി ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള മഹത്വവും പുകഴ്ചയും നമ്മൾ എടുക്കരുത്, അത് ദൈവത്തിന് തന്നെ കൊടുക്കണം.
ഭക്തന്മാരായിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാം, ഉപദേശിമാരല്ലെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് പറയാം, നിങ്ങൾ ചെയ്യുന്നൊരു മഹാവഞ്ചനയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പറ്റിയൊരു ഭയങ്കര പരാജയമുണ്ട്. അത് അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും വളരെ ശ്രദ്ധാപൂർവം ഒഴിവാക്കിയൊരു അപകടമാണ്. മനുഷ്യർ ശ്രദ്ധിക്കുന്നു, മനുഷ്യർ പുകഴ്ച അർപ്പിക്കുന്നു, നിങ്ങൾ സ്പെഷ്യലാണെന്ന് പറയുന്നു. സ്പെഷ്യലാണെന്ന് പറയാതെ തന്നെ ആൾക്കാർ സ്പെഷ്യലാണെന്ന് പറഞ്ഞില്ലെങ്കിലും ചെയ്തയാളെന്ന് പറയും, എൻ്റെ പോന്നെ ഞാൻ മറ്റുള്ള ആൾക്കാരെ പോലെയൊന്നുമല്ല, ഞാൻ കൈ നീട്ടിയാൽ ഉടനെ തന്നെ സൗഖ്യം വരും, നിങ്ങൾ എൻ്റെ അടുക്ക വന്നേച്ചാൽ മതിയെന്ന്. അയ്യോ, അതെവിടുന്ന് കിട്ടിയതാ? അപ്പോസ്തലനായ പത്രോസിൻ്റെ യോഹന്നാൻ്റെ രീതിയല്ലല്ലോ അത്. നിങ്ങൾ ഞങ്ങളെ നോക്കുന്നത് എന്തിന്? ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് എന്തിന്? ഇത് ഞങ്ങളുടെ സ്വന്തം ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും ചെയ്തതല്ല. ഭക്തിക്കും ഒക്കെ സ്ഥാനമുണ്ട് കേട്ടോ. ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളെയാണ് ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതൊരു പരമാർത്ഥമാണ്. ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി നാം ദൈവസന്നിധിയിൽ ഭക്തിയുള്ള മനുഷ്യരായി, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരായിട്ട് ജീവിക്കണം എന്നത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാരണം അതാണ് എന്ന് വെച്ച് പുകഴ്ചയും ബഹുമാനവും സ്വീകരിക്കുവാനുള്ള അർഹത നമുക്കില്ല. പുകഴ്ചയും ബഹുമാനവും ദൈവത്തിന് തന്നെ കൊടുക്കണം. താഴ്മയെന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് കേട്ടോ. താഴ്മയെന്ന് പറയുന്നൊരു കാര്യമാണ്. ദൈവം അനുഗ്രഹങ്ങളെ തരുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ്, ദൈവത്തിന് പുകഴ്ച കൊടുത്ത്, ദൈവം എന്നോട് കരുണ ചെയ്തു, ദൈവം പ്രവർത്തിക്കുവാനായിട്ട് എന്നെ മുഖാന്തരമായി ഉപയോഗിച്ചു എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ വീക്ഷിക്കണം. അല്ലാതെ അതിൻ്റെ പുകഴ്ചയും ബഹുമാനവും നമ്മൾ ഒരിക്കലും ഏറ്റെടുക്കരുത്. അത് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ രീതിയായിരുന്നു കേട്ടോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം കർത്താവിൽ നിന്ന് മോഷ്ടിക്കാനായിട്ട് അവർ ഒരിക്കലും മനസ്സ് വെച്ചില്ല. അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ആർക്കാ പ്രസിദ്ധി? നായിക്കം പറമ്പിലച്ചന് അല്ലേ? നായിക്കം പറമ്പിലച്ചന്. പിന്നെ ബെന്നീഹിൻ. യേശുക്രിസ്തുവിൻ്റെ പേര് വല്ലപ്പോഴും എങ്ങാനും പറഞ്ഞെങ്കിലായി. എല്ലാ പുകഴ്ചയും ബഹുമാനും ഒക്കെ മനുഷ്യർക്കാണ്. അത് അപകടകരമായൊരു കാര്യമാണ് കേട്ടോ. അത് ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടാൽ നമ്മുടെ ഭക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഭക്തി വേണമെന്നുള്ള കാര്യം ശരിയാണ്. ഭക്തി ഇല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് അനുവാദമില്ല. എന്നാൽ ദൈവം കരുണ ചെയ്തതാണ്, കർത്താവാണ് ഇതിന് കാരണം. അതുകൊണ്ട് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് മുഖാന്തരമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനുള്ള പുകഴ്ചയും ബഹുമാനവും കർത്താവിന് തന്നെ കൊടുക്കണം എന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യം അതിനോട് ചേർത്ത് ഞാൻ പറയാം. കർത്താവ് ചെയ്തതായിരിക്കുന്ന ഈ അത്ഭുതത്തിൻ്റെ ലക്ഷ്യം എന്താണോ? അത് ലക്ഷ്യം എന്താണ്? നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്ത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. പറഞ്ഞു, തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പുകഴ്ച വരുത്തുക, ദൈവത്തിന് ബഹുമാനം കൊടുക്കുക, ദൈവത്തിന് പുകഴ്ച വരിക എന്നതാണ് ദൈവപ്രവർത്തികളുടെ ഉദ്ദേശം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവപ്രസാദകരമാണെന്ന് പറയണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കണം? ദൈവത്തിന് ബഹുമാനം വരണം, ദൈവത്തിന് പുകഴ്ച വരണം, യേശു ക്രിസ്തു മഹത്വപ്പെടണം, കർത്താവായ യേശു ക്രിസ്തു ഉയരപ്പെടണം. അതാണ് ദൈവഹിതപ്രകാരമുള്ള പ്രവർത്തനത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. അതാണ് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, യേശു ക്രിസ്തുവിനെ ഉയർത്തുക, യേശു ക്രിസ്തുവിനെ പ്രസിദ്ധപ്പെടുത്തുക, യേശു ക്രിസ്തുവിനെ ശക്തി വെളിപ്പെടുത്തുക എന്നതാണ് ദൈവപ്രവർത്തനങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ്. അല്ലാതെ നമ്മളെ പോക്കുക എന്ന് പറയുന്നതല്ല. നമുക്ക് ശ്രദ്ധയും ബഹുമാനവും ഒക്കെ കിട്ടിയെന്ന് വരും കേട്ടോ, പക്ഷേ ഒഴിഞ്ഞു നിന്നോണം. അത് നമ്മൾ പിടിച്ചെടുത്ത് അതിൽ പുകഴ്ച പിടിച്ചുപറ്റി ഞാൻ വലിയ കൂടിയ ആളാണ് എന്ന് പറയാനുള്ള യാതൊരു ശ്രമവും നടത്തരുത്. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതുപോലെ, ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാണ്, കരുണയാണ്. യേശുക്രിസ്തുവാണ് വലിയ ആള്.
ഞങ്ങളെല്ലാം സാധാരണ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന മനുഷ്യരാണ് എന്നാണ് അപ്പസ്തലനായ പത്രോസ് ഈ ആൾക്കാരോട് പറഞ്ഞത്. അതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് മുഖാന്തരമായി ഉപയോഗിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ മഹത്വവും പുകഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിന് തന്നെ നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ഏറ്റെടുക്കരുത് എന്നുള്ളതാണ് ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകം വളരെ മോശമായിട്ടാണ് കർത്താവിനോട് പ്രതികരിച്ചത് കേട്ടോ. ലോകത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യരെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രതികരിക്കുന്നത് വളരെ അവിശ്വസനീയം എന്ന് പറഞ്ഞാൽ അത് വളരെ യുക്തിരഹിതമായ അധാർമികമായ രീതിയിലാണ് ലോകത്തിലുള്ള മനുഷ്യർ കർത്താവിനോട് പ്രതികരിക്കുന്നത്. കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തിൻ്റെ ഉദ്ദേശ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തുകയും, അപ്പം ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പം ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നതായിരിക്കുന്ന പ്രയോഗം എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന പ്രയോഗം യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ്. ദ സെർവൻ്റ് ഓഫ് യാഹ്വേ, ദൈവത്തിൻ്റെ ദാസൻ, ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. 53-ാമത്തെ അധ്യായം അല്ലേ? കണ്ടാൽ സൗന്ദര്യമില്ലാത്ത, ആളുകൾ ആകർഷിക്കപ്പെടാത്ത, എന്നാൽ നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മളുടെ പാപങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. തൻ്റെ ദാസനായ, നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ളതായിരിക്കുന്ന ആ പ്രത്യേക പേര് യേശു ക്രിസ്തുവിന് വേണ്ടി പ്രത്യേകമായി യെശയ്യാ പ്രവാചകൻ ഉപയോഗിക്കുന്ന പേരാണ്. തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പോൾ മനുഷ്യരെന്താ ചെയ്തത്? ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി മഹത്വപ്പെടുത്തിയിരിക്കുമ്പോൾ മനുഷ്യർ ചെയ്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ലോകത്തിൻ്റെ പ്രതികരണം എന്താ? യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുവാനുള്ള കാരണം എന്താണ്? യേശു ക്രിസ്തുവിനെ നിഷേധിക്കുവാൻ മനുഷ്യന് എന്ത് അനുവാദമാണുള്ളത്? യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന് യേശു ക്രിസ്തുവിനെ എനിക്കിഷ്ടമല്ല, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറയാൻ എന്ത് കാരണമാണുള്ളത്? അതിനെക്കുറിച്ച് പറഞ്ഞത് പരിശുദ്ധനും നീതിമാനുമായവൻ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, യേശു ക്രിസ്തുവിനെ പോലെ നിഷ്കളങ്കനും നിർമ്മലനും നീതിമാനും നിസ്തുല്യനുമായിരിക്കുന്ന ഒരു വ്യക്തിയും ഈ പ്രപഞ്ചത്തിലില്ല. അത് സത്യാൽ സത്യമായിരിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തുവിനെ നിഷേധിക്കുവാൻ ആർക്കും അനുവാദമില്ല. യേശു ക്രിസ്തുവിൽ ഇന്ന കുറ്റമുള്ളത് കൊണ്ട് കർത്താവിനെ എനിക്ക് വേണ്ട എന്ന് പറയുവാൻ ആർക്കാണ് സാധിക്കുന്നത്? യേശു ക്രിസ്തുവിൽ ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത മനുഷ്യർ വെളിച്ചത്തെ നിഷേധിക്കുന്ന ആളുകളാണ്, സത്യത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. അവർക്ക് യുക്തിയില്ല, അവർക്ക് ധാർമ്മികതയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ വേണ്ടെന്ന് പറയുന്നത്. വാട്ട് വാസ് ദർ എക്സ്ചേഞ്ച്? യേശു ക്രിസ്തുവിനെ വിട്ടേച്ച് വേറൊരാളിനെ അവർക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല എക്സ്ചേഞ്ച് ആയാലേ. യേശു ക്രിസ്തുവിനെ വേണ്ട ആരെ മതി? ബറബാസിനെ മതിയെന്ന്. എൻ്റെ പൊന്നെ, എന്തൊരു ഭയങ്കര എക്സ്ചേഞ്ചാ! എന്ന് കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. കള്ളനും കൊലപാതകത്തിൽ മറ്റുള്ളവരെ കൊന്നതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നവനുമായിരിക്കുന്ന ബറബാസ് എന്ന് പറയുന്ന മനുഷ്യൻ, അതിയാനെയാണ് യേശു ക്രിസ്തുവിന് പകരം ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ എക്സ്ചേഞ്ച് ഫോർ ജീസസ്? കർത്താവായ യേശു ക്രിസ്തുവിനെ വേണ്ട, ഇന്ന ആളിനെ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആള് ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? യേശു ക്രിസ്തുവിനെ മാറ്റിവെച്ച് എനിക്ക് സ്വീകരിക്കാം എന്ന് പറയുവാൻ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടോ?
നിങ്ങൾ തിരഞ്ഞെടുത്താൽ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ആളുകളൊക്കെ നികൃഷ്ടന്മാരായിരിക്കുന്ന ആളുകളാണ്. ദി എക്സ്ചേഞ്ച് ഈസ് എൻ അൺബിലീവബിൾ എക്സ്ചേഞ്ച്. അവിശ്വസനീയമായ ഒരു കൈമാറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ കളഞ്ഞേച്ച് ബർബാസിനെ എടുക്കുകയാണല്ലേ. യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ആരുടെ കൂടെയാണ് ചേർന്ന് നിൽക്കുന്നത്? ആരെയാണ് യേശുക്രിസ്തുവിന് പകരമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്? ഞാൻ ഒരല്പം ഭയത്തോടാണെങ്കിലും പറയാം, മുഹമ്മദ് നബിയെ സ്വീകരിക്കാൻ പറ്റുകയില്ല കേട്ടോ. യേശുക്രിസ്തുവിനെ വേണ്ട, മുഹമ്മദ് നബിയെ മതി, ഇല്ലയോ? എൻ്റെ പൊന്നെ, എന്തൊരു എക്സ്ചേഞ്ചാ അത്! എന്തൊരു എക്സ്ചേഞ്ചാണ്! അദ്ദേഹത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. ബറബാസിനെ മതിയെന്ന്. യേശുവിനെ വേണ്ട, ബറബാസിനെ മതി എന്നിട്ട് പറഞ്ഞു. അടുത്ത പ്രസ്താവന പറഞ്ഞു ജീവനായകനെ കൊന്നുകളഞ്ഞു. ജീവന്റെ ഉറവിടം, നമുക്ക് ജീവൻ തന്ന, നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ആ ദൈവം മനുഷ്യനായി തീർന്ന യേശുവിനെയാണ് കൊന്നുകളയുവാനായിട്ട് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയത് എന്നാണ് ഇവിടെ പറയുന്നത്. യു കിൽഡ് ദ ഗിവർ ഓഫ് ലൈഫ്. നിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മുകളിലോട്ടും താഴോട്ടും ശ്വാസം വലിച്ച് ജീവനോടെ നിൽക്കുവാൻ, നിന്റെ കൈകൾ ഉയർത്തുവാൻ കരുത്ത് നൽകിയ നിന്റെ സൃഷ്ടാവിൻ്റെ നേരെയാണ് നിന്റെ കരങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നാണ് പത്രോസ് പറയുന്നത്. വാട്ട് യു ഹാവ് ഡൺ, നിങ്ങൾ എന്താണ് ചെയ്തത്? യേശുവിനെ തള്ളിക്കളഞ്ഞു, ബറബാസിനെ വേണമെന്ന് പറഞ്ഞു. ജീവൻ നൽകിയ കർത്താവിനെ അവൻ്റെ നേരെ കൈ ഉയർത്തി കൊന്നുകളയുവാൻ നിങ്ങൾക്ക് മനസ്സായി. അതാണ് നിങ്ങളുടെ അപരാധത്തിൻ്റെ ആഴം എന്നാണ് അപ്പോസ്തലനായ പത്രോസിന് പറയാനുള്ളത്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വി കനോട്ട് റീപ്ലേസ് ജീസസ് വിത്ത് എനിത്തിങ് എൽസ്. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി യേശുക്രിസ്തുവിന് പകരമായി മറ്റൊന്നിനെ സ്വീകരിക്കുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. കാരണം നമ്മുടെ കർത്താവ് അത്രമാത്രം നിസ്തുല്യനായ വ്യക്തിയാണ്. ബറബാസിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ലോകത്തിലുള്ള ഒരു വ്യക്തിയും യേശുക്രിസ്തുവിനെ പകരമായി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നീതിമാനും പരിശുദ്ധനും, ആ രണ്ട് വാക്കും ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചുള്ള വാക്കുകളാണ് കേട്ടോ. പരിശുദ്ധനും നീതിമാനും ആയവനെ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന. അപ്പം ഞാൻ സഹോദരങ്ങളോടൊക്കെ പറയും, യേശുക്രിസ്തുവിനോട് ബഹുമാനമില്ലാത്ത ആളുകളുണ്ട് കേട്ടോ. അവരോട് പറയും, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? നിങ്ങൾ സുവിശേഷം വായിച്ചിട്ടുണ്ടോ? അപ്പോസ്തലനായ പത്രോസിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞു, അവൻ നാട് നീളെ നന്മ ചെയ്തുകൊണ്ട് നടന്നു എന്ന് പറയുന്ന പ്രസ്താവനയുണ്ട്. നാട് നീളെ നന്മ ചെയ്തുകൊണ്ട് നടന്നു. എൻ്റെ കർത്താവിനെ പകയ്ക്കുവാൻ അവൻ എന്ത് അപരാധമാണ് ചെയ്തത്? എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കുവാൻ അവൻ എന്ത് കുറ്റമാണ് ചെയ്തത്? കുഷ്ഠരോഗികൾക്ക് അവരെ സ്പർശിച്ച് അവരുടെ കുഷ്ഠം മാറ്റിക്കൊടുത്തതാണോ? അതോ അന്ധരും ബധിരരുമായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് കാഴ്ച കൊടുത്തതാണോ? വിശന്നിരിക്കുന്നവർക്ക് അപ്പം കൊടുത്തതാണോ? ബലഹീനരായ മനുഷ്യരോട് സഹതാപം കാണിച്ചതാണോ? പാപിനികളും ദോഷികളുമായിരിക്കുന്ന ആളുകൾക്ക് അവർ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തതാണോ? അതാണോ കർത്താവിനെ നിഷേധിക്കുവാനുള്ള കാരണം? പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ദാറ്റ് ഈസ് ദി എക്സ്ചേഞ്ച്. അതാണ് മനുഷ്യരുടെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നതാണ്. യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് എത്രയോ ഭീകരമായ തിരഞ്ഞെടുപ്പാണ്. യേശുവിനെതിരെ പറയുവാൻ മനുഷ്യർക്ക് ആർക്കും ഒരു കാരണവുമില്ല. നാം വിശ്വസിക്കുന്ന കർത്താവ് നിഷ്കളങ്കനും നിരപവാദ്യനും നീതിമാനും പരിശുദ്ധനും, 10,000 എന്ന് പറഞ്ഞാൽ പോരാ, ഹീസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ എവർ ലിവ്ഡ് ഓൺ ദിസ് പ്ലാനറ്റ്. അത്രമാത്രം നിഷ്കളങ്കനായിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. വി ഫോളോ ക്രൈസ്റ്റ്, വി ഓണർ ഹിം.
ഹീ ഈസ് അവർ ലോർഡ്. അവൻ നമ്മുടെ കർത്താവാണ്, അവൻ നമുക്ക് രക്ഷകനാണ്. എൻ്റെ യേശു അവൻ നിസ്തുല്യനായിരിക്കുന്ന രക്ഷകനാണ്. ആ കർത്താവിന് പകരം മറ്റൊന്നും സ്വീകരിക്കുവാൻ ഒരിക്കലും എനിക്ക് കഴിയുകയില്ല, നമുക്ക് കഴിയുകയില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. ജീവനായകനെ കൊന്നു കളഞ്ഞു. എന്നാൽ മനുഷ്യൻ എന്തെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ ശരി, മനുഷ്യർ ചെയ്ത കാര്യത്തെക്കുറിച്ച് താഴെ പറയുന്നുണ്ട്. ദൈവം അതിനെക്കുറിച്ച് താഴെ പറയുന്നത്, ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. യേശു ക്രിസ്തുവിൻ്റെ മരണം, യേശു ക്രിസ്തുവിനെ കൊന്നത്, യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചതാണ് മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നതാണ്. ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്ത് പാപരഹിതനായി ജീവിച്ച് കരുണയും സ്നേഹവും അതിൻ്റെ മൂർത്തിരൂപമായി ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവിനെ എങ്ങനെയാണ് തിരസ്കരിക്കാനായിട്ട് സാധിക്കുക? തിരസ്കരിക്കാനായിട്ട് മനുഷ്യന്, പാപികളായ മനുഷ്യന്, കഠിനഹൃദയരായ ദുഷ്ടന്മാരായ മനുഷ്യർക്ക് അതിന് സാധിക്കും. എന്നാൽ അവർ ദൈവത്തിൻ്റെ പരിപാടിയും പദ്ധതിയെയും പരാജയപ്പെടുത്തുന്നില്ല എന്ന കാര്യമാണ് അതിന് മറുവശമായിട്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. മനുഷ്യൻ്റെ പാപമാണ്, മനുഷ്യൻ്റെ തിന്മയാണ്, അവൻ്റെ ദുഷ്ടതയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിൽ കയറ്റുവാൻ കാരണമായി തീർന്നത്. പക്ഷെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണമായിട്ടാണ് ഈ ദുഷ്ട മനുഷ്യരങ്ങനെ ചെയ്തത് എന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അത്ഭുതമാണ് വെളിപ്പെടുത്തുന്നത്. They killed him, but he was destined to die. മരിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന കർത്താവ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയായി, ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണമായിട്ടാണ് കാൽവറിയിലെ കുരിശിൽ മരിച്ചത്. അതൊരു പരാജയമല്ല, അത് മനുഷ്യർ കർത്താവിനോട് ചെയ്ത അപരാധത്തിൻ്റെ ഫലമായി ദൈവത്തിന് വന്ന ഒരു പരാജയമല്ല, അത് ദൈവത്തിൻ്റെ നിർണയത്തിൻ്റെ പൂർത്തീകരണമായി ദൈവം ചെയ്ത കാര്യമാണ്. എത്ര ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മളുടെ പാപങ്ങൾ നിമിത്തം നാം അവനെ കുരിശിലേറ്റി. എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പാപത്തിൻ്റെ കുറ്റം തന്നെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് രക്ഷകനായി തീരുവാൻ അവൻ നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. അവൻ നമുക്ക് രക്ഷകനായിട്ട് തീർന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു, അവൻ നമുക്ക് പകരക്കാരനായി തീർന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് നിത്യമായ പരിഹാരം വരുത്തി. ആ കർത്താവിനെയാണ് നമ്മൾ ഇന്ന് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നാം മാനിക്കുന്ന കർത്താവ്. അതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടാമത് പറഞ്ഞത്, ലോകത്തിലുള്ള മനുഷ്യരുടെ കർത്താവിനോടുള്ള പ്രതികരണം അവിശ്വസനീയമാം വിധം അത് യുക്തിരഹിതമായ ഒരു പ്രതികരണമല്ലേ. There is no reason to reject Jesus. കർത്താവിനെ തള്ളിക്കളയാനായിട്ട് ഒരു കാരണവും മനുഷ്യർക്ക് പറയാൻ പറ്റുകയില്ല. യേശുവിനെ തള്ളിക്കളയാനുള്ള ഒരേ ഒരു കാരണം ഹൃദയത്തിൻ്റെ കാഠിന്യവും മനസ്സിൻ്റെ അന്ധതയും ഹൃദയത്തിൻ്റെ ദുഷ്ടതയുമാണ്. അല്ലാതെ വേറെ ഒരു കാരണവും യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ സ്ഥിതിയെങ്കിലും കാരുണ്യവാനായ കർത്താവ് ഇന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ, മാനസാന്തരപ്പെടുവാനുള്ള അവസരം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മൂന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. എത്രയോ മനോഹരമായൊരു പ്രസ്താവനയാണെന്നറിയാമോ? അത് ഞാനിങ്ങനെ അതിനെ സംക്ഷിപ്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹവും പാപമോചനവും, അല്ലെങ്കിൽ പാപമോചനവും അനുഗ്രഹവും ലഭിക്കാൻ മാനസാന്തരപ്പെടണം. അതാണ് ദൈവം നമ്മളോട് പറയുന്നതായിരിക്കുന്ന കാര്യം. നമ്മുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും നിഷ്കളങ്കനും നിർദോഷിയുമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് അവനെ ഉപേക്ഷിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള വലിയ ആഹ്വാനമാണ്, വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തരുന്നത്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളേൻ. പ്രിയമുള്ളവരെ, ഞാൻ പറയാം,
കർത്താവിനോട് രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് മാനസാന്തരം വേണം കേട്ടോ. കാരണം എന്ന് ചോദിച്ചാൽ വേണ്ടും വണ്ണം കർത്താവിനെ മാനിക്കുന്നില്ലല്ലോ, വേണ്ടും വണ്ണം കർത്താവിനെ മാനിക്കുന്നില്ലല്ലോ. കർത്താവ് കാണിച്ച സ്നേഹത്തിനും കർത്താവിൻ്റെ കൃപയ്ക്കും അനുസൃതമായ രീതിയിൽ അവനോട് പ്രതികരിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിനെ നിഷേധിച്ച ആളുകൾ, യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച ആളുകൾ മാനസാന്തരപ്പെടണം. യേശുവിനെക്കുറിച്ച് അവർ ചിന്തിച്ചതും പറഞ്ഞതും എല്ലാം വ്യത്യാസപ്പെടുത്തി പറയണം. ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറയണം. കർത്താവിനെതിരെ പറഞ്ഞ എല്ലാ വാക്കുകളും പിൻവലിച്ച് ക്ഷമ ചോദിച്ച് കർത്താവിന് മുൻപാകെ മുട്ടുമടക്കി കർത്താവിനെ അംഗീകരിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ അനുഗ്രഹത്തിൻ്റെ ആരംഭമായി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഗുണം വരണമെന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടോ? എങ്കിൽ യേശുക്രിസ്തുവിനെ താൻ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുവാൻ, അവൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിന് ബഹുമാനം കൊടുക്കുവാൻ നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അനുഗ്രഹം വരുന്നത്. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുകയും യേശുവിനെ കൊന്ന ആളുകളോട്, യേശുവിനെ കുരിശിലേറ്റി തറച്ചു കൊന്ന ആളുകളോട് മാനസാന്തരപ്പെട്ടാൽ അവർക്ക് നന്മ വരുമെന്ന് പറയാൻ അതെന്തൊരു വലിയ സുവിശേഷമാണ് ഇല്ലയോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിയും മത്സരവും കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതവും എന്ത് തന്നെ ആയിരുന്നാലും അതിൽ നിന്ന് ക്ഷമ കിട്ടുവാനും പാപങ്ങളെ മോചിച്ചു തരുവാനും ദൈവത്തിന് മനസ്സാണ് എന്നതാണ് സുവിശേഷം. യേശുവിനെ ക്രൂശിച്ച മനുഷ്യർക്ക് മാനസാന്തരപ്പെടാൻ പറ്റുമെന്ന്, അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുമെന്ന്, അവർക്ക് കർത്താവിൻ്റെ മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരുമെന്ന്, അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ ജീവിതം എന്തു തന്നെ ആയിരുന്നാലും, കഴിഞ്ഞ കാലങ്ങൾ എന്തു തന്നെയായിരുന്നാലും ദൈവസന്നിധിയിലേക്ക് വന്നാൽ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതെന്നുള്ള പ്രസ്താവന നല്ല പ്രസ്താവനയാണ് കേട്ടോ. മാഞ്ഞു കിട്ടേണ്ടതിന് അത് നമ്മൾ ഈ ബ്ലാക്ക് ബോർഡുകളിലൊക്കെ എഴുതിയതിന് ശേഷം നമ്മൾ തൂത്തുകളെയോ ചിലത് തൂത്താൻ അങ്ങോട്ട് ശരിക്കും പോകില്ല. അത് നമ്മുടെ തൂപ്പലിൻ്റെ അതിൻ്റെ തൂത്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. മാഞ്ഞു പോകേണ്ടതിന് ദൈവം നമ്മുടെ പാപങ്ങളെ ഇനി ഓർക്കയില്ല. അതിനെ തുടച്ച് നീക്കി അതിനെ ഓർക്കാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ അത് പ്രശ്നമായി തീരാതെ വണ്ണം അതിനെ ക്ഷമിച്ചു തരാനായിട്ട് കർത്താവ് മനസ്സാണ്. ഒരു ഭക്തനായ മനുഷ്യന് അദ്ദേഹം എപ്പോഴും സ്തോത്രം പറയുന്നു എന്നൊരു പ്രശ്നം. അപ്പം ബൈബിൾ വായിക്കുകയാണെങ്കിൽ വായിച്ചിട്ട് എപ്പോഴും സ്തോത്രം പറയും, കേട്ട് നിൽക്കുന്ന ആളുകൾക്കൊരു ശല്യമായി. അപ്പോൾ അദ്ദേഹം അതിനടുത്തിരുന്ന ആൾ പറഞ്ഞു, ബൈബിൾ മാറ്റി വെച്ച് സോഷ്യൽ സ്റ്റഡീസിൻ്റെ പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പുസ്തകം വായിച്ചു വെച്ച് പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ചോദിച്ചു, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ബൈബിൾ വായിച്ചാൽ സ്തോത്രം പറയുന്നത് മനസ്സിലാക്കാം, ഈ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പുസ്തകം വായിച്ചു വെച്ചതിനായി സ്തോത്രം പറയുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പസഫിക് മഹാസമുദ്രത്തിന് 12 മൈൽ ആഴമുണ്ട്. പസഫിക് മഹാസമുദ്രത്തിന് ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് 12 മൈൽ ആഴമുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇട്ട് കിടന്നിരിക്കുന്നു. 12 മൈൽ ആഴമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. ഈ പാപം ഇനി പൊങ്ങി വരില്ല, ഇത് ഓർക്കുകയില്ല, ഇത് ക്ഷമിച്ച് കിട്ടി എന്നുള്ളതായിരിക്കുന്ന ആ ഓർമ്മയാണ് സ്തോത്രം പറയാനായിട്ട് എന്നെ ധൈര്യപ്പെടുത്തുകയെന്ന് പറഞ്ഞു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്നിട്ട് പറഞ്ഞത് സമൂഹത്തിൽ നിന്ന് സമൂഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് കേട്ടോ. ഫ്രം ദ വെരി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ആശ്വാസകാലം എന്ന് പറയുന്ന വാക്ക്, ആശ്വാസകാലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്ദർശനത്തെ കുറിക്കുന്ന ഒരു പ്രസ്താവനയാണ്. മനുഷ്യൻ ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടവും ഒക്കെ സഹിച്ചു നിൽക്കുന്ന അതിൻ്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിക്കുന്ന വാക്കാണ്. ആശ്വാസകാലങ്ങൾ വരും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ
ഈ 49 വർഷം കഴിഞ്ഞ് ജൂബിലി ഇയർ എന്ന് പറഞ്ഞൊരു വർഷമുണ്ട്. ജൂബിലി ഇയർ അതെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ വരുത്തിയ എല്ലാ കടങ്ങളും വീടുന്ന കാലമാണ്. 50 വർഷം 49 വർഷം കഴിഞ്ഞാൽ അതിന് മുൻപുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകണം. വസ്തുക്കളൊക്കെ വാങ്ങിച്ച ആളുകളത് അതിൻ്റെ പഴയ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. എവറിത്തിങ് കംസ് ബാക്ക് ടു ദി ഒറിജിനൽ സ്റ്റേറ്റ്. ആയിരുന്ന സ്ഥിതിയിലേക്ക് എല്ലാം മടങ്ങി വരും. എത്ര കടം വാങ്ങിച്ചാലും കടങ്ങളെല്ലാം വീടി കിട്ടും. എല്ലാ കാര്യങ്ങളും തിരിച്ചു കിട്ടും. ആശ്വാസകാലങ്ങൾ വരികയും ദൈവം നമ്മളെ മടക്കി വരുത്തി, ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച്, ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ആ വലിയ വാഗ്ദാനമാണ് ദൈവം നമുക്ക് അതിനടുത്ത് പറഞ്ഞത് എന്താണ്? മാനസാന്തരപ്പെടുന്നവർക്ക് വരുന്ന അനുഗ്രഹം എന്താ? നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. താഴെ ഉള്ളതായിരിക്കുന്ന വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. പറയുന്നത് എൻ്റെ താഴെ പറയുന്നത് അവന് സകലതും അവന് കീഴാകുന്നത് വരെ. അതെ, 21 വാക്യം തന്നെയല്ലേ? ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടത് ആകുന്നു. അതിന് മുകളിലാണ് പറഞ്ഞത് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് സകലതും യഥാസ്ഥാനത്താക്കിയതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു വരുന്നതിനെക്കുറിച്ചാണ് മുഖ്യമായിട്ടും അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സകലതും യഥാസ്ഥാനമാക്കിയതിന് ശേഷം പിതാവായ ദൈവം തൻ്റെ പുത്രനോട് എന്താ പറഞ്ഞത്? നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക, അല്ലേ? നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. വലത്ത് ഭാഗത്ത് എത്ര കാലമായി ഇരിക്കേണ്ടത്? നിന്റെ ശത്രുക്കൾ നിനക്ക് പാദപീഠം ആകുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശത്രുക്കൾ കർത്താവിന് നേരെ മത്സരിക്കുന്ന, കർത്താവ് ഒരർത്ഥത്തിൽ പറയുമ്പോൾ തൻ്റെ ശത്രുക്കളെല്ലാം കീഴ്പ്പെടുത്തി എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ ഇന്നും മത്സരിക്കുവാനും കർത്താവിനെ എതിർക്കുവാനും സുവിശേഷം പ്രസംഗിക്കുന്നവരെ തല്ലിക്കൊല്ലാനും സുവിശേഷത്തിനെതിരെ നിൽക്കാനും ഒക്കെ മനുഷ്യന് സാധിക്കും. എന്നാൽ കർത്താവ് ദൈവം പറഞ്ഞു, പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞു, സകല ശത്രുക്കളും നിനക്ക് പാദപീഠമാകുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. സകല കർത്താവായ യേശുക്രിസ്തുവിനെതിരെ അധരം തുറക്കുന്ന, കർത്താവിൻ്റെ നേരെ കൈകൾ ഉയർത്തുന്ന എല്ലാ കൈകളും താണുപോവുകയും എല്ലാ പ്രതികൂലങ്ങളും അവസാനിക്കുകയും ചെയ്യുന്നൊരു ദിവസമുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. സകല ശത്രുക്കളും തനിക്ക് പാദപീഠം ആകുവോളം. അപ്പസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല നാവും കർത്താവായ യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റു പറയേണ്ടതായിട്ട് വരും. യേശുക്രിസ്തു സകലത്തെയും ഭരിക്കുന്ന, സകലത്തെയും പരാജയപ്പെടുത്തി, സകലത്തെയും വിധേയപ്പെടുത്തി, തന്നോട് എതിർക്കുവാൻ ആർക്കും കഴിയാത്ത ഒരു ദിവസത്തിലേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേട്ടോ. മനുഷ്യനെ മത്സരിക്കാനും ദൈവത്തോട് എതിർക്കാനും ഒക്കെ ഒരു കാലമുണ്ട്. എന്നാൽ അത് അവസാനിക്കും. കർത്താവ് സകല ശത്രുക്കളെയും തന്നെ പാദപീഠമാക്കും. അവൻ രാജാതി രാജാവായി കർത്താവായിട്ട് മടങ്ങി വരും. അതാണ് ആ വാക്യത്തിൽ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന അർത്ഥം അതാ. എന്നാൽ അതിനോട് ചേർത്ത് വേറെ ഒരു അർത്ഥം കൂടി കൊണ്ട് കിട്ടോ. ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ യേശുവിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. അത് ഒരു വർത്തമാനകാല അനുഭവം കൂടെയാണ് കേട്ടോ. ആത്യന്തികമായി കർത്താവ് വരാൻ പോകുന്നു. എന്നാൽ യേശുവിനെ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ യേശുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം അയക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു അനുഭവമുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരും. മത്സരങ്ങൾ അവസാനിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ്റെ മുൻപിൽ തലകളെ വണക്കി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവൻ കടന്നു വരും. ദൈവം യേശുക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യവും ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? കർത്താവ് നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നിവൃത്തിയായി, ദൈവത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായി കർത്താവായ യേശു നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹമാണ്. മാനസാന്തരത്തിൻ്റെ ഫലമായി, വിശ്വാസത്തിൻ്റെ ഫലമായി ദൈവം നമുക്ക് തരുന്ന കാര്യം. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കാണ്.
എന്തൊരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുന്നത്. അതിനേക്കാളും മെച്ചമായിരിക്കുന്ന ഒരു കാര്യമുണ്ടോ? പ്രവാചകന്മാരും ശമൂവേൽ മുതലായിട്ടുള്ള പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ ഒരു അനുഗ്രഹം വരാനിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പാപങ്ങളെ പരിഹരിച്ച്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ അനുഗ്രഹിക്കുവാൻ, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, അതിനായിട്ട് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന അത്ഭുതകരമായ വാഗ്ദാനം. അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ സ്വപ്നം കണ്ട കാര്യമാണ്. അത് ദൈവം ചെയ്യും എന്നുള്ള കാര്യമാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഞാനത് വർത്തമാനകാല അനുഭവമായിട്ട് പറയാം. ദൈവത്തോട് മത്സരിച്ച് പാപത്തിൻ്റെ ബന്ധനത്തിലകപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തി ജീവിതം ദുരിതപൂർണ്ണമാക്കേണ്ട യാതൊരു കാര്യവുമില്ല. കർത്താവ് നമ്മളെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് മനസ്സുള്ളവനായി ഇന്ന് നമുക്കുണ്ട് എന്നതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. എനിക്ക് എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത്, ജീവിതത്തെ എന്തിനാണ് വെറുതെ കുളമാക്കുന്നത്? ജീവിതത്തെ എന്തിനാണ് വെറുതെ ദുരിതപൂർണ്ണമാക്കുന്നത്? നമുക്ക് മാനസാന്തരപ്പെട്ട കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ അനുഗ്രഹവും പ്രാപിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്നല്ല ഈ പറയുന്നത് കേട്ടോ. കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലെന്നല്ല. കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. ഏത് പ്രശ്നത്തെയും നേരിടുവാൻ, അതിനെ കൈകാര്യം ചെയ്യുവാൻ, ദൈവഹിത പ്രകാരം അതിനെ നേരിടുവാൻ എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്ന വാഗ്ദാനമാണ് ദൈവം നമുക്ക് തരുന്നത്. ഹീ ഈസ് വിത്ത് മീ. നമ്മുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ പുത്രനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. നിങ്ങളിനി അനാഥരായി തീരുകയില്ല. കർത്താവിൻ്റെ സാന്നിധ്യം പിതാവായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കണം. മാനസാന്തരപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതിനോട് ചേർത്ത് കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. കർത്താവിനെ സ്വീകരിക്കുന്നവർക്കുള്ള അനുഗ്രഹം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. അത്രയുമല്ല എന്ന് പറഞ്ഞു, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിനിടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അപ്പോൾ മാനസാന്തരത്തിന് രണ്ട് വശമുണ്ട് കേട്ടോ. മാനസാന്തരപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ദൈവത്തിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. മാനസാന്തരപ്പെടാൻ മനസ്സില്ലെങ്കിലോ, ദൈവം തൻ്റെ പ്രവാചകനായിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ദാസനായ മോശയിൽ കൂടെ പറഞ്ഞു, എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കും. എന്നെപ്പോലെയുള്ള പ്രവാചകൻ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നിവരെ തുടർന്ന് പറഞ്ഞു, അവൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. അവൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരും. മാനസാന്തരപ്പെടുന്നില്ല, കേൾക്കാൻ മനസ്സില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിപാടിയിൽ നിന്നും പദ്ധതിയിൽ നിന്നും ഛേദിക്കപ്പെടും. അതാണ് ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന മുന്നറിയിപ്പ്. ദൈവം നമ്മളോട് പ്രസാദിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിക്കുവാൻ, പാപത്തെ നമ്മളിൽ നിന്ന് നീക്കുവാൻ, നമ്മുടെ പാപങ്ങളെ മോചിച്ചു തരുവാൻ, അനുഗ്രഹിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ മനുഷ്യന് അനുഗ്രഹം സ്വീകരിക്കാൻ മനസ്സില്ല കേട്ടോ. അയ്യോ, എന്തൊരു സങ്കടമാണ്. അവൻ്റെ വഴികളിലും ദുഷ്ടതയിലും പാപത്തിലും ഒക്കെ തുടർന്ന് ദൈവത്തോട് മത്സരിച്ച് ജീവിക്കാനായിട്ടാണ് മനുഷ്യൻ തീരുമാനിക്കുന്നത്. അത് അപകടകരമായ തീരുമാനമാണ്. അത് സങ്കടകരമായ തീരുമാനമാണ്. അവൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അപ്പം അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ആശ്വാസകാലങ്ങൾ, അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ, ദൈവപ്രസാദത്തിൻ്റെ കാലങ്ങൾ
ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ദൈവത്തോട് മത്സരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിലോ, ദൈവത്തെ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് മനസ്സില്ല എങ്കിൽ ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മുൻപിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടാത്ത ആളുകൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവരുടെ പാപത്തിന് ശിക്ഷയിൽ നിന്ന് അവരെ വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരണം. അത് ആദ്യത്തെ സ്റ്റെപ്പാണ്. പിന്നെ രക്ഷിക്കപ്പെട്ട ആളുകൾ ദൈവത്തോട് മത്സരിക്കുന്നത് അവസാനിപ്പിക്കണം, പാപം ചെയ്യുന്നത് നിർത്തിവെക്കണം, ദൈവത്തിന് മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിക്കണം, അനുഗ്രഹം യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമ്മൾ വിനയപ്പെടണം. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. കർത്താവിൻ്റെ പരിപാടികളോടും പദ്ധതികളോടും ബന്ധമില്ലാതെ ദൈവസന്നിധിയിൽ ഛേദിക്കപ്പെട്ട് ദൈവത്തോട് അകന്ന് ജീവിക്കുന്നതിനേക്കാളും ഭയാനകമായിരിക്കുന്നൊരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന എൻ്റെ കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ നായകനായി, നടത്തിപ്പുകാരനായി, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി, എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നേരിടുവാൻ എന്നെ പ്രാപ്തിപ്പെടുത്തുന്നവനായി എന്നോട് കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവ് നമ്മളുടെ നായകനാണ്, അവൻ നമ്മളുടെ കർത്താവാണ്, നമ്മളെ നടത്തുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന കാര്യം. എന്നിട്ട് പറഞ്ഞു, ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ, അതായത് നമുക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ വർണ്ണിക്കുന്ന പ്രസ്താവനയാണ് 25-26 വാക്യങ്ങൾ കാണുന്നത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവൻ്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ വളരെ അനുഗ്രഹീതരായിരിക്കുന്ന ആളുകളാണ്. ഇസ്രയേലിൻ്റെ അനുഗ്രഹം എന്താ? ഇസ്രയേലിൻ്റെ അനുഗ്രഹം കർത്താവായ യേശുക്രിസ്തുവിനെ അവരുടെ നടുവിലേക്കാണ് അയച്ചത്. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം ദൈവം കാലസമ്പൂർണ്ണതയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഇസ്രയേലിൻ്റെ നടുവിലാണ് പൂർത്തീകരിച്ചത്. അതാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, കർത്താവിനെക്കുറിച്ച് കേൾക്കുവാൻ, കർത്താവിനെ അറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനുള്ള അവസരം കർത്താവ് നമുക്ക് തന്നു, സുവിശേഷം കേൾക്കുവാൻ, അങ്ങനെയുള്ള മനുഷ്യരുടെ നടുവിൽ താമസിക്കുവാൻ, സുവിശേഷം എത്തിയ പ്രദേശങ്ങളിൽ ജീവിക്കുവാൻ, അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹം നമുക്കുണ്ടായി. സുവിശേഷം കേൾക്കാത്ത ഒരുപാട് സ്ഥലങ്ങളില്ലേ? സുവിശേഷം കേൾക്കുവാൻ സാധ്യതയില്ലാത്ത മാനസികമായ നിലയിൽ പറയുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ചില ആളുകൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങളായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനെന്ന് പറയുന്ന മറുപടി, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്താൽ അങ്ങനെയുള്ളൊരിടത്ത് ജനിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. സുവിശേഷം കേൾക്കുന്ന ഒരിടത്ത് വിശ്വാസികളായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കളായി അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം കിട്ടി. അതെത്രയോ വലിയ അനുഗ്രഹമാണ്. സുവിശേഷം പറയുന്ന സ്നേഹിതരെ എൻ്റെ അടുക്കിലേക്ക് ദൈവം അയച്ചു. അങ്ങനെയുള്ളൊരിടത്ത് പോയി പാർക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ദൈവം എനിക്ക് സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തുറന്നു തന്നു. അത് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. അതനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്നും ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. ദൈവം തൻ്റെ അനുഗ്രഹം അയക്കാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ആ പ്രത്യേക വിഭാഗത്തിൽ വന്നുപെടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. നിങ്ങൾക്ക് ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവൻ്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മളുടെ അടുക്കിലേക്ക് വന്നു, സുവിശേഷം നമ്മളുടെ അടുക്കിലേക്ക് വന്നു, സുവിശേഷം കേൾക്കുവാനും വിശ്വസിക്കുവാനുള്ള അവസരമുണ്ടായി. ഇതൊന്നും ലാഘവമായിട്ട് വിചാരിക്കരുത് കേട്ടോ. ഈ അനുഗ്രഹങ്ങളെ ഒന്നും ലഘുവായിട്ട് വിചാരിക്കരുത്. അതല്ലേ ഇസ്രയേലിന് പറ്റിയ പ്രശ്നം. അവരെന്താ യോഹന്നാൻ സ്നാപകനോട് എന്താ അവർ പറഞ്ഞേ? യോഹന്നാൻ സ്നാപകനോട് അവർ പറഞ്ഞു, നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, അതുകൊണ്ട്
ഞങ്ങൾക്ക് ഇനി ഒന്നും പേടിക്കാനില്ല, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ പുറപ്പെടുവിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവരുടെ അവകാശമായി വിചാരിച്ച്, ആ അനുഗ്രഹത്തെ ലാഘവമായി വിചാരിച്ച് ദൈവത്തെ സ്വീകരിക്കേണ്ടതിന് പകരം തിരസ്കരിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവർ എന്നുള്ള നിലയിലേക്ക് അവർ അധപ്പതിച്ചു പോയി. ദൈവം തരുന്ന അവസരങ്ങളെയും ദൈവം തന്ന സാഹചര്യങ്ങളെയും ഒന്നും നമ്മൾ ലഘുവായി വിചാരിക്കരുത്. ഇതൊക്കെ ദൈവം നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് ദൈവം പ്രത്യേകമായി ക്രമീകരിച്ച വലിയ അനുഗ്രഹങ്ങളാണ്. സുവിശേഷം കേൾക്കുവാൻ, ദൈവമക്കളോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസഭയിലായിരിക്കുവാൻ, ഇതിനൊക്കെ നമുക്ക് ലഭിച്ച ഭാഗ്യം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി കരുതി അത് നമുക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം, ദൈവവചനത്തോട് നമുക്ക് പ്രതികരിക്കാം. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന് തീരുമാനിച്ചിരിക്കുകയാണ്. അനുഗ്രഹം തടയുന്നത് നമ്മളാകട്ടോ. ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്നത് നമ്മളുടെ മത്സരവും നമ്മുടെ ജീവിതത്തിൻ്റെ പാപവുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരമായി ഉപയോഗിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളുടെ പ്രസിദ്ധിയും അതിൻ്റെ പുകഴ്ചയും ഒന്നും നമ്മൾ ഏറ്റെടുക്കരുത്. അത് കർത്താവിന് തന്നെ നൽകണം. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ്യം ദൈവത്തിൻ്റെ മഹത്വമാണ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വമാണ് ദൈവപ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ ലോകത്തിൻ്റെ പ്രതികരണം വളരെ നിന്ദ്യമായിരുന്നു കേട്ടോ. കർത്താവിനെ തള്ളിപ്പറയാനുള്ള യാതൊരു കാരണവും ഇല്ലാതിരുന്നിട്ടും കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ആശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അനുഭവങ്ങൾ നമുക്ക് ഔദാര്യമായി തരാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവാനുഗ്രഹങ്ങളെ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ ജീവിച്ച് ദൈവകൃപയാൽ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിനും കൂടെ നമ്മൾ അനുഗ്രഹമായി തീരുന്ന രീതിയിൽ അനുഗ്രഹമായി തീരുന്ന ആ അനുഭവത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചേർക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.